ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിയാമിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അപ്പം അത് കാണിക്കാം ഇന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ട് ഇതാണ്. ഇത് ജിമേ സ്കൂൾ വില്ലേജ്. ഇത് ശരിക്കും പറഞ്ഞാൽ സിയാമനിലെ ജിമയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചൈനയിൽ ഇവിടെ മാത്രമേ ഇങ്ങനൊരു സംഭവമുള്ളൂ. അതുകൊണ്ട് ചൈനയുടെ എൻ്റയർ ചൈനയിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഇത് കാണാനായിട്ട് വരും. ഇതിനകത്ത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ഒരു കിൻഡർ ഗാർഡൻ തൊട്ട് കിൻഡർ ഗാർഡൻ തൊട്ട് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ലെവൽ വരെ എഡ്യൂക്കേഷൻ നമുക്ക് ഈ ഒറ്റ ക്യാമ്പസിനകത്തുണ്ട്. അതാണ് ഇത് സ്കൂൾ വില്ലേജ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് എല്ലാം ഉണ്ട്. അതായത് ഇവർക്ക് വേണ്ടുന്ന റെസ്റ്റോറൻറ്റ്സ്, സയൻസ് ലൈബ്രറി, മ്യൂസിയം, പിന്നെ ഹോസ്പിറ്റൽസ്, ഡ്രസ്സ് എല്ലാം. അല്ലാതെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് മൊത്തം ഇതിനകത്തുണ്ട്. ഇവർക്ക് ഇതിനകത്ത് വന്നിരുന്നവർക്ക് പിന്നെ ഒരിക്കലും പുറത്തോട്ട് വേറൊരു സാധനം മേടിക്കാനും പുറത്തോട്ട് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ നമ്മൾ ഈ സ്കൂളിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്നും പ്രവേശനമില്ല. പക്ഷേ ഇതിൻ്റെ ക്യാമ്പസ് ഫുള്ള് നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് ഇവിടെ എൻട്രൻസ് ഒന്നും ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് മൊത്തം നടന്ന് നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഏക്കർ കണക്കിന് കിടക്കുവാണ്. ഇതിൻ്റെ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ട്, ടാൻ കാക്കി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഈ സിയാമനിലാണ് ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയാസാണ് ഇതെല്ലാം. അദ്ദേഹം ഒരു 100-ൽ പരം സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ചൈനയിൽ വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഇതിൻ്റെ വേറൊരു ഏരിയ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിനെ പറ്റിയും ഉള്ള ഇൻഫർമേഷനും ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ പൊതുവെ ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഡ്രാഗൺ ബോട്ട് പൂള്, പിന്നെ അതുപോലെ ടർട്ടിൽ ഗാർഡൻ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി സീനിക് ഏരിയകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹോസ്റ്റലും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഉള്ളിലോട്ടൊന്നും പെർമിഷനില്ല. ഇവിടെ പഠിക്കുന്നവർക്കും ഇവിടെ ഉള്ള അത് ഐഡിയ ഉള്ളവർക്കും മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റൂ. അല്ലാതെ എല്ലാവർക്കും ഇതിൻ്റെ ചുറ്റും നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഇപ്പം രാവിലെ വന്നാൽ നമുക്കൊരു 5-6 മണിക്കൂർ ഇതിനകത്ത് നടന്ന് കാണാനായിട്ട് ഉണ്ട്. അതായത് നമുക്ക് അത്ഭുതം തോന്നും ഇതെല്ലാം കൂടെ. അതായത് ഒരു കുഞ്ഞായ ഒരു കിൻഡർ ഗാർഡനിൽ പോകുന്ന ഒരു കുട്ടി വന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വരെ, അതായത് ഡിഗ്രി വരെ ഇതിനകത്തുണ്ട്. അപ്പം അത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും എന്തുമാത്രം എഡ്യൂക്കേഷൻ, അതായത് എന്തുമാത്രം സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് എല്ലാം പുറത്തൊക്കെ പോയിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്ത് അദ്ദേഹം താമസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പണിഞ്ഞ വീടാണ് ഈ മുന്നിൽ കാണുന്നത്. പിന്നെ റിട്ടേണിംഗ് ഹാൾ എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നതും. അന്ന് അവർ താമസിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റും ഇതൊരു അകത്തളം പോലെ, അതിന് ചുറ്റുമുള്ള വീടിനകത്ത് ഓരോരോ മുറിയിലായിട്ട് ഓരോരോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും, അതുപോലെ അദ്ദേഹം പോയ രാജ്യങ്ങൾ, അദ്ദേഹം ഒരു ചൈനീസ് നേതാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അപ്പം ഇവിടെ റിലേറ്റീവ്സ് എല്ലാം പുറത്ത് പോയവരെല്ലാം കൂടെ തിരിച്ച് ചൈനയിൽ തന്നെ വരണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വീടാണ് ഈ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്ന് അവിടെ താമസിച്ച ആൾക്കാർ താമസിച്ച വീടിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത്. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ട്രീ, ഇതുവരെയുള്ള ആ കുടുംബത്തിൻ്റെ ഒരു ഫാമിലി ട്രീയാണ് ഇവിടെ ഈ വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. ഇതൊക്കെ ഈ സംഭവം എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വലിയ കാര്യമാണല്ലോ. അതായത് ഇത്രയും ഒരു ക്യാമ്പസിനകത്ത് ഇത്രയും രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞത് തന്നെ വളരെ ഒരു വലിയ കാര്യമാണ്. ഈ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വസതി, ഒരു 2 നില വീടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ഒരു സൈസ് നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലാണ് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള വീടുകൾ. ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ സാധാരണ ഇവിടുത്തെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടെ പോയാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടട്ടിൽ ഗാർഡൻ ഉണ്ട്. അതൊരു മോസ്റ്റ് സീനിക് ഏരിയയാണ്. അവിടാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമ, അദ്ദേഹത്തെ പറ്റി ഒക്കെ എഴുതി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അവിടെയും വെച്ചിട്ടുണ്ട്. അതായത് അതെന്ന് പറഞ്ഞാൽ ഒരു കടലിന് സൈഡായിട്ടാണ്.
അപ്പം കടലിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മൊത്തം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ടർട്ടിൽ ഗാർഡൻ ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണാൻ, അതായത് ഇവിടെ ഉള്ളവർ വീക്കെൻഡ്സിൽ രാവിലെ ഇങ്ങ് പോരുവാണ്. ഇവിടാണ് ഫുഡും എല്ലാം കഴിച്ച് പിന്നെ വൈകിട്ടേ എല്ലാവരും പോകും. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ രാത്രിയിലുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകത്തുള്ളൂ. ഇതാണ് പണ്ടത്തെ, അതായത് പണ്ടത്തെ ഫുജിയാൻ സ്റ്റൈൽ, അതായത് ഇവിടുത്തെ ചൈനീസ് സ്റ്റൈലിൽ കൊത്തുപണികൾ നിറഞ്ഞ വീടാണ് പണ്ട് അവരുടെ രീതിയിലുള്ള വീടും കെട്ടിടങ്ങളും ഒക്കെയാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം അന്ന് ഉപയോഗിച്ച ഇത് മൊത്തം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എവിടെയൊക്കെ പോയി അതൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു എഡ്യൂക്കേഷണൽ കാര്യങ്ങൾ ചെയ്യും, അതായത് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാമാണ് ഇവിടെ മൊത്തം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ഇത്രയും ഞാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, എല്ലാം കൂടെ ചെറിയ ഇവിടുന്ന് കിടത്തി ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.